രജനീകാന്തും ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിച്ച ചിത്രമാണ് കൂലി. ആഗോളതലത്തിൽ 500 കോടിക്ക് മുകളിൽ സിനിമ നേടിയെങ്കിലും പലയിടത്തും ചിത്രം ആവറേജിൽ ഒതുങ്ങേണ്ടി വന്നു. എന്നാൽ സിനിമയിലെ രജനീകാന്തിന്റെ ഫ്ലാഷ് ബാക്ക് സീനുകൾ വലിയ തരത്തിൽ ചർച്ചയായിരുന്നു. വിന്റേജ് ഗെറ്റപ്പിലായിരുന്നു രജനി ഈ സീനുകളിൽ എത്തിയത്. ഇത് AI ആണെന്ന തരത്തിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോഴിതാ ഇതിന് മറുപടിയായി എത്തിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. ഫ്ലാഷ് ബാക്ക് സീനിന്റെ ഷൂട്ടിംഗ് സമയത്തെ രജനീകാന്തിന്റെ ഒരു ചിത്രമാണ് ഇപ്പോൾ വൈറലാകുന്നത്. നീല ഡ്രസ് ധരിച്ചു നിൽക്കുന്ന രജനിയെ ഈ ചിത്രത്തിൽ കാണാനാകും. ഇതോടെ ഈ രംഗങ്ങൾ AI ആണെന്ന വാദം പൊളിഞ്ഞിരിക്കുകയാണ് എന്നാണ് കമന്റുകൾ. നേരത്തെ രജനീകാന്തിന്റെ ശബ്ദം മാത്രമാണ് ആ രംഗങ്ങളിൽ AI ഉപയോഗിച്ച് സൃഷ്ടിച്ചതെന്ന് ലോകേഷ് വ്യക്തമാക്കിയിരുന്നു. ഈ ലുക്കിൽ കൂടുതൽ സീനുകൾ വേണമായിരുന്നു എന്നും പ്രേക്ഷകർ ചിത്രത്തിന് താഴെ കമന്റ് ചെയ്യുന്നുണ്ട്. അതേസമയം കൂലി ഇപ്പോൾ OTTയിൽ ലഭ്യമാണ്. ആമസോൺ പ്രൈമിലാണ് ചിത്രം സ്ട്രീമിംഗ് ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്ന് മാത്രം ചിത്രം 235 കോടി രൂപ കൂലി നേടിയെന്നാണ് റിപ്പോർട്ട്. ആഗോള മാർക്കറ്റിൽ നിന്നും സിനിമ 500 കോടിക്ക് മുകളിൽ നേടിയിട്ടുണ്ട്. ആദ്യ ദിനം ചിത്രം ആഗോള മാർക്കറ്റിൽ നിന്ന് 151 കോടിയാണ് നേടിയത്. നിർമ്മാതാക്കളായ സൺ പിക്ചേഴ്സ് തന്നെയാണ് കളക്ഷൻ വിവരം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത്. ഒരു തമിഴ് സിനിമ ആഗോളതലത്തിൽ നിന്ന് നേടുന്ന ഏറ്റവും ഉയർന്ന കളക്ഷനാണിത്. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാരനാണ് കൂലിയുടെ നിർമ്മാണം.